സ്വാഗതം പ്രിയപ്പെട്ടവരെ. ശബ്ദമില്ലാതെ മറ്റുള്ളവരുടെ വേദന ഏറ്റുവാങ്ങുകയും സ്വന്തം ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ പുഞ്ചിരിയോടെ മറയ്ക്കുകയും ചെയ്യുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 വാർഷിക ഫലത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർ ജീവിതത്തിൽ എത്ര തകർച്ചകൾ വന്നാലും മനസ്സിൻ്റെ നന്മ കൈവിടാത്തവരാണ്. അവർ മറ്റുള്ളവർക്കായി താങ്ങാകുമ്പോൾ സ്വന്തം വേദന അവഗണിക്കുന്നവരാണ്. 2026 വർഷം നിങ്ങളുടെ സഹനശക്തിയെയും കാരുണ്യത്തെയും കർമ്മബന്ധങ്ങളെയും ആഴത്തിൽ പരീക്ഷിക്കുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ഒരു വർഷമായിരിക്കും. ഇനി ഈ വർഷം ജീവിതത്തിൻ്റെ ഓരോ മേഖലയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. 2026 വർഷത്തിൻ്റെ സമഗ്ര അവലോകനം. ഈ വർഷം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പതുക്കെ പക്ഷേ ഉറപ്പോടെ മുന്നേറുന്ന വർഷമാണ്. പെട്ടെന്നുള്ള മാറ്റങ്ങൾ കുറവായിരിക്കും. സഹനത്തോടെ മുന്നോട്ടു പോയാൽ വലിയ നേട്ടമുണ്ടാകും. ഈ വർഷം പഴയ കർമ്മഫലങ്ങൾ വെളിവാകും. നല്ല പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. മനസ്സിന് കൂടുതൽ പക്വത കൈവരും. ഇത് സമരം നിറഞ്ഞ വർഷമല്ല, ആത്മീയമായി വളരുന്ന കാലമാണ്. തൊഴിൽ ആൻഡ് കരിയർ ഫലം. ജോലി ചെയ്യുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർ ജോലിയിൽ വളരെ വിശ്വസ്തരും സഹകരണ മനോഭാവം ഉള്ളവരുമാണ്. ഈ വർഷം നിങ്ങൾ അധിക ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. മറ്റുള്ളവരുടെ ജോലി പോലും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. എങ്കിലും വർഷത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള അംഗീകാരം ലഭിക്കും. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയാണ് നിങ്ങളുടെ തൊഴിലിലെ പ്രധാന കാലഘട്ടം. നിങ്ങൾക്ക് വരാൻ പോകുന്ന സാധ്യതകൾ: സ്ഥാനക്കയറ്റം, ചുമതല വർധന, മേലധികാരികളുടെ പൂർണ്ണ വിശ്വാസം. നിങ്ങളുടെ അനുയോജ്യമായ മേഖലകൾ: വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ സേവനം, സർക്കാർ ജോലി ആൻഡ് കൗൺസിലിംഗ്. നിങ്ങൾ ശ്രദ്ധിക്കുക, സ്വന്തം കഴിവിനെ ഒരിക്കലും ചെറുതായി കാണരുത്. ഇത് എൻ്റെ കടമയാണ് എന്ന പേരിൽ അമിതമായ ഭാരം നിങ്ങൾ ചുമക്കരുത്. ബിസിനസ്സും സ്വയം തൊഴിലും ചെയ്യുന്നവർക്ക് സേവന അധിഷ്ഠിത ബിസിനസ്സുകൾ തുടങ്ങി വയ്ക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നും സ്ഥിരമായ ഒരു വളർച്ചയും നിങ്ങൾക്കുണ്ടാകും. അനുയോജ്യമായ മേഖലകൾ: വിദ്യാഭ്യാസ സേവനങ്ങൾ, ഹെൽത്ത് കെയർ, ഹോം ബിസിനസ്, ആത്മീയ സേവനങ്ങൾ. നിങ്ങൾ വേഗത്തിൽ വലിയ ലാഭം പ്രതീക്ഷിക്കുന്നത് ഒഴിവാക്കുക. സാമ്പത്തിക ഫലം. 2026 സാമ്പത്തികമായി സുരക്ഷിതമായ ഒരു വർഷമാണ്. വരുമാനം പതുക്കെ വർദ്ധിക്കും. വലിയ നഷ്ടങ്ങൾ ഒഴിവാകും. നിങ്ങൾക്ക് സേവിങ്സും ഇൻഷുറൻസുമായി ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാവുന്നതാണ്. മറ്റുള്ളവർക്കായി കടം എടുക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. കുടുംബ ബന്ധങ്ങൾ. കുടുംബാംഗങ്ങൾ നിങ്ങളെ ആശ്രയിക്കുന്ന രീതിയാണ് കാണുന്നത്. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. നിങ്ങളുടെ സാന്നിധ്യം കുടുംബത്തിന് വളരെ വലിയ ഒരു ആശ്വാസമാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം, പക്ഷേ വലിയ തർക്കങ്ങൾ ഉണ്ടാകില്ല. സ്നേഹം വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കാണിക്കുക. അവിവാഹിതർക്ക് ശാന്ത സ്വഭാവമുള്ള ഒരു പങ്കാളിയെ ലഭിക്കും. വൈകിയാണെങ്കിലും സ്ഥിരതയുള്ള ഒരു വിവാഹയോഗം ഉണ്ടാകും. ആരോഗ്യഫലം. ഈ വർഷം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മാനസിക ക്ഷീണം പ്രധാനമായേക്കാം. സാധ്യമായ ബുദ്ധിമുട്ടുകൾ: അമിത ക്ഷീണം, ഉറക്കക്കുറവ്, പേശിവേദന. നിങ്ങൾ നിർബന്ധമായും വിശ്രമിക്കുക, ധ്യാനിക്കുക, പ്രകൃതിയോടൊപ്പം അല്പം സമയം ചെലവിടുക. വിദ്യാഭ്യാസം ആൻഡ് പഠനം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വേണ്ടിവരുന്ന ഒരു വർഷമാണിത്. ഗുരുക്കന്മാരുടെ സഹായവും അഭ്യർത്ഥിക്കുന്നതിന് മുടക്കൊന്നും കാണിക്കരുത്. അനുയോജ്യമായ മേഖലകൾ: അധ്യാപനം, മെഡിക്കൽ, സോഷ്യൽ വർക്ക്, മനഃശാസ്ത്രം. നിങ്ങൾക്ക് ശാന്തമായ യാത്രകളായിരിക്കും ഈ 2026 ഉണ്ടാവുക.
കുടുംബ ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ നിങ്ങൾ പോകേണ്ടി വരും. തീർത്ഥാടനത്തിനും പഠനയാത്രകൾക്കും അവസരങ്ങൾ വന്നെത്തും. യാത്രകൾ എപ്പോഴും മനസ്സിന് ഒരു ഉണർവ് നൽകും. ഇനി നമുക്ക് മാസം പ്രതിയുള്ള ഒരു ക്വിക്ക് സമ്മറി നോക്കാം. ജനുവരി മുതൽ ഫെബ്രുവരി വരെ ആത്മപരിശോധന വേണ്ടിവരുന്ന മാസമാണ്. മാർച്ച് മുതൽ ഏപ്രിൽ വരെ ജോലിയിൽ സമ്മർദ്ദം നേരിടേണ്ടി വരും. മെയ് മുതൽ ജൂൺ വരെ സാമ്പത്തിക സ്ഥിരതയുണ്ടാകും. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ കുടുംബത്തിൽ ശ്രദ്ധ പുലർത്തേണ്ട കാലയളവാണ്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ നിങ്ങൾക്ക് അനവധി നേട്ടങ്ങൾ വന്നു ചേരാം. നവംബർ മുതൽ ഡിസംബർ വരെ നിങ്ങൾക്ക് ആത്മസന്തോഷം ഉണ്ടാകും. ഈ നക്ഷത്രക്കാർക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് റെമഡീസ്. എല്ലാ വ്യാഴാഴ്ചയും ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. വെള്ള അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുക. നിർധനർക്ക് ഭക്ഷണം നൽകുക. ഓം നമോ നാരായണ ദിവസേന 108 പ്രാവശ്യം ജപിക്കുക. നിങ്ങളുടെ ആത്മവാക്യം ഇതാണ്: എൻ്റെ സഹനം എൻ്റെ ശക്തിയാണ്. പ്രിയപ്പെട്ട ഉത്രട്ടാതി നക്ഷത്രക്കാരെ, ഈ വർഷം നിങ്ങളെ ഓടിപ്പായിക്കാൻ വന്നതല്ല, നിങ്ങളെ ശാന്തമായി ഉയർത്താൻ വന്നതാണ്. നിങ്ങളുടെ കാരുണ്യവും സഹനശേഷിയും ഈ വർഷം നിങ്ങളുടെ വഴികാട്ടികളാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു നക്ഷത്രഫലവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശാന്തിയും ദൈവാനുഗ്രഹവും നേരട്ടെ.